I am Dr. George P. Abraham, Chief Urologist and Transplant Surgeon, Lakeshore Hospital, Kochi. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജെനിറ്റോ യൂറിനറി സിസ്റ്റത്തിലുള്ള ജന്മന ഉണ്ടാകുന്ന വൈകല്യത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ചുമാണ്. ജന്മന ഉള്ള വൈകല്യം എന്ന് പറഞ്ഞാൽ കൊച്ചു ജനിക്കുമ്പോൾ തന്നെ ചില അബ്നോർമാലിറ്റീസ്, ചില തകരാറുകൾ ഉണ്ടാകും. ചിലപ്പോൾ അത് കൊച്ചിന് പറയാൻ പറ്റുന്നില്ല, ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞെന്ന് വരില്ല, കണ്ടുപിടിച്ചെന്ന് വരില്ല. ഇപ്പോൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ആൻറ്റിനേറ്റലി പ്രസവത്തിന് മുമ്പ് തന്നെ ഈ യൂട്രസിൽ വെച്ച് തന്നെ കുട്ടിയെ സ്കാൻ ചെയ്ത് ചില വൈകല്യങ്ങൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് ആൻറ്റിനേറ്റലി ഡിറ്റക്റ്റഡ് ഡിസീസ് എന്ന് തന്നെ പറയുക. ജനിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്കി ഇവാലുവേറ്റ് ചെയ്ത് അസുഖങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജനിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അറിയില്ല, കൊച്ചിന് ബുദ്ധിമുട്ടും കൂടി ഉണ്ടായില്ല എങ്കിൽ ഒന്നും നമ്മൾ കണ്ടുപിടിക്കത്തില്ല, നമ്മൾ അറിയത്തില്ല. കൊച്ചു വളർന്നു വരും, പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വല്ല സ്കാൻ ചെയ്യുമോ അല്ലെങ്കിൽ പരിശോധിച്ച് നോക്കുമ്പോഴൊക്കെ ആയിരിക്കും ഓരോ വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ പല വിധത്തിലുള്ള വൈകല്യങ്ങൾ ജന്മനാഥനം ഉണ്ടാകാറുണ്ട്. ഇതിൽ സാധാരണഗതിയിൽ യൂറിനറി സിസ്റ്റത്തിലുള്ള തടസ്സമാണ് വളരെ കോമൺ ആയിട്ടുണ്ടാകുന്നത്. അതായത് മൂത്രം പോകുന്നതിന് തടസ്സമുണ്ടാകും. ആ തടസ്സം കിഡ്നിയിൽ നിന്ന് ഒട്ടേ തുടങ്ങാം. കിഡ്നിയിൽ നിന്ന് മൂത്രം വരുന്ന യൂറിട്ട് ട്യൂബ് തുടങ്ങുന്നിടത്തൊരു തടസ്സം ഉണ്ടാകാം, അല്ലെങ്കിൽ ട്യൂബ് എൻഡ് ചെയ്യുന്ന ബ്ലാഡറിൽ എത്തുന്നതിന് മുമ്പ് അവിടെ ഒരു തടസ്സമുണ്ടാകാം. ചിലർക്ക് മൂത്രം ഒഴിക്കുന്ന ബ്ലാഡറിൽ നിന്ന് മൂത്രസഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂത്രക്കുഴലിൽ ഒരു പോസ്റ്റീരിയൽ യൂറിത്രൽ വാൽവ് എന്ന് പറഞ്ഞ ഒരു വാൽവ് ഉണ്ടാകും, ഒരു തടസ്സമുണ്ടാക്കാം. മൂത്രക്കുഴലിൻ്റെ അറ്റത്ത് മിയാറ്റൽ സ്റ്റിനോസിസ് അല്ലെങ്കിൽ ഫൈമോസിസ് അതും ഒക്കെ തടസ്സമുണ്ടാക്കാവുന്നതാണ്. ഇങ്ങനെ ഏത് ലെവലിൽ വേണമെങ്കിലും മൂത്ര തടസ്സം ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ളത് തടസ്സങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ സ്കാൻ ചെയ്യുമ്പോൾ കിഡ്നിയുടെ അകം എല്ലാം കുറച്ച് വലുതായി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂത്രം വലുതായി വരുന്നുണ്ടെങ്കിൽ ഉടനെ സംശയം വരും. ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് ഈ തടസ്സമുണ്ടോ എന്ന് കണ്ടുപിടിക്കും. ഇതിൽ തടസ്സമുണ്ടെന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്നതും സിമ്പിളായിട്ട് ചെയ്യാവുന്നതും ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അതിൽ സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ടെസ്റ്റുകൾ വേണം. MRI സ്കാൻ, അത് അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു, കിഡ്നിയുടെ ആകാൻ കുറച്ച് വലുതായി വരികയാണെന്ന് കണ്ടുപിടിച്ചാൽ ഉടനെ അത് എന്തുകൊണ്ടാണ്, എന്തോരമുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. അന്നേരം ഒരു MRI സ്കാൻ എടുത്തു നോക്കും. അപ്പോൾ കിഡ്നിയിലാണോ തടസ്സം, കിഡ്നിയിൽ നിന്ന് തുടങ്ങുന്ന ട്യൂബിലാണോ, ട്യൂബ് താഴത്തെ എൻഡിൽ അവിടെയാണോ തടസ്സം, മൂത്രം പുറത്തേക്ക് പോകുന്നിടത്താണോ തടസ്സം എന്നെല്ലാം വ്യക്തമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ കിഡ്നിയിൽ നിന്ന് തുടങ്ങുന്നിടത്താണെങ്കിൽ UPJ സ്റ്റിനോസിസ് എന്ന് പറയും. ട്യൂബിൻ്റെ താഴെയാണെങ്കിൽ പ്രൈമറി ഒബ്സ്ട്രക്റ്റീവ്, അവിടെ ട്യൂബിന് വരുന്ന തടസ്സമാണെന്ന് നമുക്ക് പറയാം. മൂത്രക്കുഴലിലാണെങ്കിൽ അവിടെ വാൽവ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. ഇങ്ങനെ തടസ്സമുണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു MRI സ്കാൻ എടുത്ത് വളരെ വ്യക്തമായിട്ട് വീണ്ടും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാകും. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഐസോട്ടോപ്പ് റീനോഗ്രാം, ഓരോ കിഡ്നിയുടെയും ഫങ്ഷൻ എന്തോരുണ്ട്, കിഡ്നിക്ക് സ്കാറുണ്ടോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് തടസ്സമല്ലാതെ മൂത്രസഞ്ചിയിൽ നിന്ന് തിരിച്ച് കയറിപ്പോകും. അതിന് വെസൈക്കോ യൂറിട്രിക് റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. അത് കണ്ടുപിടിക്കുന്നത് മൂത്രസഞ്ചിയിൽ ഒരു മരുന്നിട്ടിട്ട് മൂത്രം ഒഴിക്കാനായിട്ട്, മൂത്രം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് മൂത്രം ഒഴിക്കാൻ പറയുമ്പോൾ മൂത്രം തിരിച്ച് കിഡ്നിയിലേക്ക് കയറിപ്പോവും. അതിനാണ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. അങ്ങനെ റിഫ്ലക്സ് ഉണ്ടായാൽ അത് ആ കുട്ടിക്ക് റിപ്പീറ്റഡായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. പതിയെ കിഡ്നിയുടെ ഫങ്ഷൻ കുറഞ്ഞു പോവുകയും ചെയ്യും. പിന്നീട് MCU, അതുപോലെ തന്നെ MCU എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രക്കുഴലിൽ തടസ്സം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. പിന്നീട് യൂറിത്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും മൂത്രക്കുഴലിന് തടസ്സമുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. അതും കഴിഞ്ഞാൽ അതും കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ സിസ്റ്റോസ്കോപ്പി, RGP മുതലായ ടെസ്റ്റുകളുണ്ട്. അതിൽ നിന്നെല്ലാം വ്യക്തമായിട്ട് ഇതിൽ തടസ്സമോ റിഫ്ലക്സോ ഉണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ
ഈ കുട്ടികളുടെ എല്ലാം കിഡ്നി എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് വല്ല തടസ്സമോ റിഫ്ലക്സോ കാരണമുണ്ട്, അതുകൊണ്ടുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്താൽ കൊച്ചു വളർന്നു വന്നതിനനുസരിച്ച് ആ കിഡ്നിയുടെ ഇത് ബുദ്ധിമുട്ട് പരിഹരിച്ച് കഴിഞ്ഞാൽ കിഡ്നി നന്നായി വരികയും ചെയ്യും, കിഡ്നിയുടെ ഫങ്ഷൻ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ തടസ്സമുണ്ടെങ്കിൽ ഇപ്പോഴെല്ലാം അതിൻ്റെ ചികിത്സകൾ, പണ്ടെല്ലാം ഓപ്പൺ സർജറി വേണമായിരുന്നു, ഇപ്പോൾ എല്ലാം കീ ഹോൾ സർജറി, ലാപ്രോസ്കോപ്പിക് സർജറി മുഖേനയാണ് തടസ്സമെല്ലാം മാറ്റുന്നത്. കിഡ്നിയിൽ നിന്ന് ട്യൂബ് തുടങ്ങുന്ന സ്ഥലത്ത് തടസ്സത്തിന് UPJ സ്റ്റെനോസിസ് എന്ന് പറയും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നാൽ പൈലോപ്ലാസ്റ്റി എന്നാണ് അതിന് പറയുക. അതായത് ചുരുങ്ങിയിരിക്കുന്ന സ്ഥലം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ല ട്യൂബിനെ കിഡ്നിയുടെ പെൽവിസുമായിട്ട് നല്ല സ്ഥലമായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കും, തടസ്സമില്ലാത്ത രീതിയിൽ. അത് ലാപ്രോസ്കോപ്പിക്കായിട്ടാണ് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. കാരണം വലിയ മേജർ മുറിവുണ്ടാകത്തില്ല, പെട്ടെന്ന് റിക്കവറി ചെയ്യും, ഫങ്ഷൻ വൈസ് എല്ലാം നല്ല ഭംഗിയായിട്ട് നോർമലായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ കിഡ്നിയിൽ നിന്ന് താഴെ ബ്ലാഡറിലേക്ക് വരുന്ന ട്യൂബിൻ്റെ അറ്റത്തും നാരോയിങ് വന്നു കഴിഞ്ഞാൽ ആ ട്യൂബിനെ മൂത്രസഞ്ചിയിൽ നിന്ന് വിടിയിച്ചിട്ട് തടസ്സം ഇല്ലാത്ത രീതിയിൽ ബ്ലാഡറിലേക്ക് വീണ്ടും കണക്ട് ചെയ്യും. യൂറിട്രിക് റീഇംപ്ലാന്റേഷൻ എന്നാണ് പറയുന്നത്. അതും നമുക്ക് ആകെ ലാപ്രോസ്കോപ്പിക്കായിട്ട് 1-2 ചെറിയ പഞ്ചർ മാർക്കുകൾ മാത്രമേ കാണത്തുള്ളൂ. അതുപയോഗിച്ചിട്ട് ലാപ്രോസ്കോപ്പിക്കായിട്ട് അതിനെ റിപ്പയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ കുട്ടികൾ വളരെ കോമൺ ആയിട്ട് വരുന്നതാണ് പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ് എന്ന് പറഞ്ഞ ഒരു ഡേഞ്ചറസ് ആയിട്ടൊരു കണ്ടീഷനാണ്. അത് ജനിക്കുമ്പോൾ തന്നെ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പുറത്തേക്ക് പോകത്തില്ല, അവിടെ ഒരു വാൽവ് മാതിരി വരും. മൂത്രം പുറത്തേക്ക് ഒഴിക്കുമ്പോൾ തടസ്സം ഉണ്ടാകും. അപ്പോൾ ആ വാൽവ് ഉണ്ടെന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിച്ചാൽ ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ചികിത്സിച്ച് ആ വാൽവിനെ മാറ്റിക്കളയാം, ആ തടസ്സം മാറ്റിക്കളയാം, അതിനോട് ചേർന്നുണ്ടാകുന്ന റിഫ്ലക്സ് പതിയെ കറക്റ്റ് ചെയ്ത് മാറ്റിക്കളയാം. ഈ എല്ലാ രീതിയിലും നമ്മൾ അഗ്രസീവായിട്ട് അത് ട്രീറ്റ് ചെയ്താൽ ആ കൊച്ചിൻ്റെ കിഡ്നിയുടെ ഫങ്ഷന് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. അല്ലെങ്കിൽ പതിയെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ വന്ന് കൊച്ചിന് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുകൾ വരും, പിന്നെ കിഡ്നിയുടെ ഫങ്ഷൻ പതിയെ കുറഞ്ഞു തുടങ്ങും, അത് പയ്യെ അവസാനം കിഡ്നി ഫെയിലിയറിലേക്കെല്ലാം പോകും. അത് തുടക്കത്തിൽ കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്താൽ ആ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കിഡ്നിയുടെ ഫങ്ഷനെ തകരാറില്ലാത്ത അതിനെ രക്ഷപ്പെടുത്താനും സാധിക്കും. ഇതുപോലെ തന്നെ ഈ ജെനിറ്റേലിയയിൽ വരുന്ന ചില ജന്മനാ ഉള്ള ചില തകരാറുകളുണ്ട്. അതായത് മൂത്രക്കുഴൽ നോർമലായിട്ട് ഓപ്പൺ ചെയ്യാതെ അത് താഴെ ഓപ്പൺ ചെയ്യും, അതോടൊപ്പം പെനിസിനൊരു വളവും വരും. അതിന് ഹൈപ്പോസ്പാഡിയസ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ മൂത്രക്കുഴൽ ഈ പെനിസിൻ്റെ മുകൾ ഭാഗത്ത് ഓപ്പൺ ചെയ്യും, അതിന് എപ്പിസ്പാഡിയാസ് എന്ന് പറയും. ഇതെല്ലാം ജന്മനാ തന്നെ വരുന്ന ഓരോ വൈകല്യങ്ങളാണ്. അതെല്ലാം ഓപ്പറേഷൻ കൊണ്ട് കറക്റ്റ് ചെയ്യാവുന്ന തകരാറുകളാണ്. പിന്നീട് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ജന്മനാ ഉള്ളൊരു തകരാറാണ് അൺഡിസെൻഡഡ് ടെസ്റ്റിസ് എന്ന് പറയും. അതായത് വൃഷ്ണം നോർമലായിട്ട് വൃഷ്ണസഞ്ചിയിലേക്ക് ഇറങ്ങാത്ത അവസ്ഥ, അതിനാണ് അൺഡിസെൻഡഡ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ജനിക്കുന്നതിന് മുമ്പ് സാധാരണ ഈ വൃഷ്ണം നമ്മുടെ വയറിനകത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ജനിക്കുന്ന സമയത്താണ് സാധാരണ അത് താഴോട്ട് വന്ന് വൃഷ്ണസഞ്ചിയിൽ വരുന്നത്. ചില കുട്ടികൾക്ക് ജനിക്കുന്ന സമയത്ത് അത് താഴെ എത്താതെ വരുന്ന വഴിയിൽ വെച്ച് സ്റ്റക്കായി പോകും. സാധാരണ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ അത് താഴെ എത്താൻ ബുദ്ധിമുട്ടാണ്. ജനിച്ചു കഴിയുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ഇതുപോലത്തെ കൺജന്റലായിട്ടുള്ള എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് ഡോക്ടർമാർ പരിശോധിച്ച് നോക്കും. ഈ വൃഷ്ണമെല്ലാം വൃഷ്ണസഞ്ചിയിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കും. അത് വന്നിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു MRI സ്കാൻ ചെയ്ത് ആ വൃഷ്ണം എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കും. എന്നിട്ട് ഏകദേശം ഒരു 1 ഇയർ ആകുമ്പോൾ, കൊച്ചൽപ്പം വളർന്നു കഴിയുമ്പോൾ അതിനെ ഈ ലാപ്രോസ്കോപ്പിക് സർജറി ഉപയോഗിച്ചിട്ട് ആ വൃഷ്ണത്തെ വൃഷ്ണസഞ്ചിയിൽ എത്തിച്ചു വെക്കണം. അത് എന്നാൽ മാത്രമേ അത് നോർമലായിട്ട് അതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് താഴെ കൊണ്ടുവന്നില്ലെങ്കിൽ ആ വൃഷ്ണം വയറിനകത്ത് തന്നെ ഇരുന്നാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബോഡി ടെമ്പറേച്ചർ കൂടുതലായ കാരണം ആ ടെമ്പറേച്ചറിൽ അത് ഇരുന്ന് കഴിഞ്ഞാൽ പതിയെ മണിക്കകത്തുള്ള
ചേഞ്ചസ് വരും. ടെമ്പറേച്ചർ കൊണ്ട് സ്പേം ഉണ്ടാകുന്ന ആ ഫങ്ഷൻ പയ്യെ കുറഞ്ഞു പോകും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ജനിച്ചു കഴിഞ്ഞാലും പിന്നീട് മാരേജോ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രഗ്നൻസി ആക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരാനും സാധിക്കും. അവർ ഇൻഫെർട്ടിലിറ്റി വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്ത് താഴെ എത്തിക്കണം. തന്നെയല്ല, ഈ അൺഡിസെൻഡഡ് ടെസ്റ്റിസ് വയറിനകത്ത് ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല. കാരണം അതിനകത്ത് ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണം കൊണ്ട് ഈ അൺഡിസെൻഡഡ് ടെസ്റ്റിസ് ഉണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്ത് ഏകദേശം 1 വർഷം കഴിയുമ്പോൾ, 1 വർഷം ആകുമ്പോഴത്തേക്കും അതിനെ ഓപ്പറേറ്റ് ചെയ്ത് താഴെ കൊണ്ടുവന്നിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് സാധാരണയായി നമുക്ക് കണ്ടുവരുന്ന കൺജെൻറ്റലായ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കൺജെൻറ്റൽ ഡിസീസസ്. അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കും.